നാടൻ രീതിയിൽ കൂവ വരകണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 വലിയ അച്ച് ശർക്കര എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഉരുക്കിയെടുത്തതാണ് ഈ കാണുന്നത്. 2 ഗ്ലാസ് വെള്ളം എടുക്കാൻ കാരണം നമുക്ക് കൂവ വരകണേക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമാണ്. ഇനി ഇത് 1.5 മുറി തേങ്ങ നമ്മൾ അരച്ച് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തതാണ്. അത് നമ്മൾ ഇനി കൂവപ്പൊടിയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒപ്പം ഒഴിച്ചു കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്തതിലേക്ക് വേണം നമ്മൾ ഈ ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാൻ. ശർക്കരയിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ച് ഒഴിക്കുന്നത്. അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കി എടുക്കുക. അധിക നേരം ഇളക്കണം, കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മീഡിയം മധുരമാണുള്ളൂ. കൂടുതൽ മധുരം വേണ്ടവർക്ക് ശർക്കര അച്ചിൻ്റെ എണ്ണം കൂട്ടണം. ഇപ്പോൾ ഇത് ഏറെക്കുറെ പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റീൽ കിണ്ണത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടാറുമ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് ശരിക്കും ഇങ്ങനെ നമ്മുടെ ഹൽവയൊക്കെ കട്ട് ചെയ്ത് എടുക്കണ പോലെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ല ചൂടുകാലത്തൊക്കെ നല്ല തണുപ്പ്, ശരീരത്തിന് തണുപ്പ് തരണ ഒരു സാധനമാണ് കൂവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ആയ കാരണം വീട്ടിലുണ്ടാക്കണതും അല്ലേ, നല്ലതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് കുക്ക് ചെയ്ത് തണുപ്പായതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ഉണ്ടാവുക ഇങ്ങനെയാണ്. ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ജെല്ലി മാതിരിയാണ് ഉണ്ടാവുക ഇത് കഴിക്കാൻ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.